സിനിമാ പ്രവർത്തകനായ മകന്റെ മരണത്തിലെ ദുരൂഹത നീക്കി പ്രതികൾക്കെതിരെ കർശന നിയമ നടപടി തേടി വൃദ്ധമാതാവ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. പെരിന്തൽമണ്ണ പുലാമന്തോൾ തിരുത്തുമ്മയിൽ പാറുക്കുട്ടിയാണ് മകൻ വിനോദ് കുമാറിന്റെ മരണത്തിലെ നീതി തേടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. സഹിക്കാൻ പറ്റും. എൻ്റെ കുട്ടി പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഒരു വീട് വേണം, സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിക്കൊടുത്തു. അത് വാങ്ങിക്കൊടുത്തിട്ടാണ് അത് ഇരിക്കണം എന്ന് വിചാരിച്ച് എല്ലാ സൗകര്യം കൂടി ഞാൻ ആക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഞാൻ വന്നിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് പോയ കുട്ടി മരിച്ചിട്ട് എൻ്റെ കുട്ടിയെ ചാവും കൂടി ഞാൻ മുഖം ഒന്ന് കാണാൻ കൂടിയിട്ടില്ല. അങ്ങനെ എൻ്റെ കുട്ടി പോയത്. റോഡിൻ്റെ പക്കത്ത് നിൽക്കുമ്പോൾ പറഞ്ഞു പോകുന്നുണ്ട്, ഓനെ തിരുത്തുമ്പോൾ വെൽസാൻ അയക്കണ്ട, നമുക്ക് അവനെ തച്ച് കൊല്ലണം എന്ന് പറഞ്ഞത് എൻ്റെ കുട്ടിയാണെന്നുള്ളത് ഞാൻ അറിയില്ല. ഈ രണ്ടാൾ പോകുമ്പോഴേ പറഞ്ഞു. ജൂനിയർ ആർട്ടിസ്റ്റും കലാവിഭാഗം പ്രവർത്തകനുമായ വിനോദ് കുമാർ എന്ന 37-കാരനെ കഴിഞ്ഞ വർഷം ജനുവരി 19 വീടിന് സമീപത്തെ തോട്ടിൻകരയിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജനുവരി 16 നാട്ടിലെ ക്ഷേത്രപൂരത്തിൽ പങ്കെടുക്കാനായാണ് സിനിമാ സെറ്റിൽ നിന്നും വിനോദ് നാട്ടിലെത്തിയത്. വൈകിട്ട് സുഹൃത്തുക്കളുമായി വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദനമേൽക്കുകയും ചെയ്തു. നാട്ടുകാരാണ് ഇവരെ പിടിച്ചു മാറ്റി ഒഴിവാക്കിയത്. സുഹൃത്ത് സരീഷിന്റെ ഭാര്യയുമായി വിനോദ് ചാറ്റ് ചെയ്യുകയും ഫോൺ ചെയ്യുകയും ചെയ്തത് സരീഷ് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് ഇടയാക്കിയത്. മർദ്ദനശേഷം വിനോദ് കുമാറിനെ കാണാതാവുകയായിരുന്നു. മാതാവ് പാറുക്കുട്ടിയും സഹോദരൻ ബിജുവും പോലീസിൽ പരാതി നൽകി. ഇതിനിടെ 19 വിനോദ് കുമാറിനെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പഴകി അഴുകിയ നിലയിലായിരുന്നു മൃതദേഹമെന്നും പോലീസ് റിപ്പോർട്ടിൽ ഉണ്ട്. തന്റെ മകനെ നാട്ടിലിറങ്ങി നടക്കാൻ സമ്മതിക്കില്ലെന്ന് മർദ്ദിച്ച സനീഷും ബന്ധുവും പറഞ്ഞത് കേട്ടതായും പാറുക്കുട്ടി പറഞ്ഞു. ഞങ്ങൾക്ക് ആരും ഒരാളും ഇതിനൊരു അനുമതി ഞങ്ങൾക്ക് ചെയ്യണില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്ക് ഈ കേസ് തെളിഞ്ഞു കിട്ടണം. ഇതെന്താ ഏതാന്നുള്ളത് എന്താ അതിന് സംഭവം, എന്താ അതിന് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പണി മാറ്റി വന്നപ്പോൾ മൂന്നാമത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം വന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, പാലത്തുമെന്ന് ചോദിച്ചു, എന്താ എൻ്റെ കുട്ടനെ കണ്ടോയെന്ന് ചോദിച്ചേക്ക്. ഒരു കുട്ടി പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ വന്നിട്ട് കരഞ്ഞു വിളിച്ചു. നേരം മക്കോളം നേരുന്നു. അങ്ങനെ ആയി വന്നതാണ് ഞങ്ങളിത് അറിഞ്ഞു പിടിച്ചത്. പിന്നെ വെള്ളിയാഴ്ച ദിവസം ഇത് കിട്ടിയിട്ട് പിന്നെ എന്തുണ്ടായിന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവരാരും ഒരു ദിവസം വന്നിട്ട് ഞങ്ങളോട് 40 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ചെന്നത്. അവരാരൊന്നും വന്നു നോക്കിയതുമില്ല, ചോദിച്ചതുമില്ല. അപ്പോൾ അങ്ങനെ ഇവരെ ഭാര്യ ഭർത്താവ് അങ്ങോട്ടൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തിനാ ഇത് ചെയ്തു എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ചോദിക്കണമെങ്കിൽ അവരിങ്ങോട്ട് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. അവരെ വണ്ടി ചെന്നു പോണ പോക്കിൽ ഞാൻ പാർത്ത് വണ്ടിമ പോകുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ഓനെ തിരുത്തുമ്പോൾ വെലസാനയക്കരുത്, ഓനെ നമുക്ക് തച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്ന് പോകണം. അത് ഞാൻ കേട്ടു. പക്ഷെ എൻ്റെ കുട്ടീനെ ഓൻ അങ്ങനെ ചെയ്യാൻ പോകണമെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അതെന്താ ഏതാണെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ ധൈര്യമായിട്ട് ഇതിന് ഇറങ്ങിക്കുന്നത് ഇതെന്താ ഏതാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ മരിക്കുന്ന വരെ ഞാൻ ഇതിന് നടക്കും. എനിക്കിത് അറിയും വേണം എവിടെ വേണം. പരാതി കൊടുത്തിട്ട് ഇപ്പം എന്തൊക്കെയായി? പരാതി കൊടുത്തു, വിളിക്കണുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇത്രയും ദിവസങ്ങൾ പോലീസ് എന്താ പറയുന്നത്? പോലീസ് പറയാം ഓൻ തല്ലും പിടിയും കഴിഞ്ഞാൽ അവൻ ഒന്നും ചെയ്യാതെ ഓനെ ഒന്നും ചെയ്യില്ലല്ലോ, ഓനെ ഇത് ചെയ്തിട്ട് തന്നെയാണ് ഓൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവരാരും ഇതുമ്മൽക്കൊരു ഇതുമില്ല ചെയ്യുന്നത്. അവരിപ്പോൾ നാട്ടിലുണ്ടോ? നാട്ടിലില്ല. ഒരാൾ ഭാര്യ വീട്ടിലും ഒരാൾ അമ്മാവിൻ്റെ വീട്ടിലാണ്. നിങ്ങളവരെ സമീപിച്ചിരുന്നു? ഞങ്ങളുടെ വീടും അവരുടെ വീടും അങ്ങേതും ഇതുമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. ഞാൻ അവരെ കാണുമ്പോൾ അവരെ അന്ന് എപ്പോഴേയും കാണുമ്പോൾ അധികം പോകുമ്പോൾ അവരെ അമ്മയെ വയസ്സും വരുമ്പോൾ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അവരോട് ഓരോന്ന് പറയും. ഞാൻ പറയലുണ്ട് എപ്പോഴും പോകുമ്പോൾ. എൻ്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റും. എൻ്റെ കുട്ടി പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് ഒരു വീട് വേണം, സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിക്കൊടുത്തു. അത് വാങ്ങിക്കൊടുത്തിട്ടാണ് അത് ഇരിക്കണം എന്ന് വിചാരിച്ച് എല്ലാ സൗകര്യം കൂടി ഞാൻ ആക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഞാൻ വന്നിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് പോയ കുട്ടി മരിച്ചിട്ട് എൻ്റെ കുട്ടിയെ ചാവും കൂടി ഞാൻ മുഖം ഒന്ന് കാണാൻ കൂടിയിട്ടില്ല. അങ്ങനെ എൻ്റെ കുട്ടി പോയത്. മകനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നോട് പറയുമായിരുന്നെന്നും പാറുക്കുട്ടി പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ മരണം ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ രാസപദാർത്ഥ ഫലം ലഭിക്കണമെന്നും പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. തമ്മിൽ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർ തല്ലുകൂടിയതിന് ശേഷം നമ്മൾ ഇത് അറിയണത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ അടി കൂടിയിട്ട് ആളെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരയാണ് ഇത് എന്താ സംഭവിച്ചിട്ട്. അപ്പോൾ തിരയുന്ന സമയത്ത് ഇവനെ കണ്ടില്ല. അങ്ങനെ ഞങ്ങളിവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. 16-ാം തീയതി പോയി പരാതി കൊടുത്തു. അപ്പോൾ എന്നിട്ട് കണ്ടത് അതിൽ ആളെ കണ്ടില്ല. എന്നിട്ട് പിറ്റേ ദിവസം
18-ാം തീയതി 19-ാം തീയതിയാണ് ആളെ കാണുന്നത്. മകനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും പാറുക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. പരാതിയിൽ ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ ബൈജുനാഥ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. 2021 കേസാണ്. അതവരുടെ മകൻ മരിച്ചു എന്നുള്ളതാണ്. മകൻ അതിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ മകൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ തമ്മിലൊരു ഒന്നും തള്ളുണ്ടായി എന്നാണ് പോലീസ് റിപ്പോർട്ട്. അത് നാട്ടുകാരെ പിടിച്ചു മാറ്റി. പിന്നീട് അദ്ദേഹം ആ വ്യക്തി മരിച്ചതായിട്ടാണ് കാണുന്നത്. 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കാണുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ബോഡി അഴുകിയ നിലയിലായതുകൊണ്ട് അതിലൊരു ഡെഫിനറ്റ് ഒപ്പീനിയൻ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം മുറിവ് എന്ന് പറയുന്നത് അത് കഴുത്തിൽ കെട്ടി തൂങ്ങിയേണ്ട ഇതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. അപ്പോൾ ഡിവൈഎസ്പിയോട് നേരിട്ട് ഹാജരാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇന്ന് ഇപ്പോൾ ശബരിമല ഡ്യൂട്ടിയിൽ വന്നിട്ടാണെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം നോക്കിയിട്ട് ഇപ്പോൾ ഇതുവരെ ഉള്ളതിൽ വ്യക്തമായ ഒരു തെളിവ് കിട്ടിയില്ല. പിന്നെ ചില ആളുകൾക്ക് മറ്റുന്ന കിറ്റൻ തന്നെ കേസുകൾ, നഷ്ടപരിഹാരം കിട്ടാത്ത കേസുകൾ, അങ്ങനത്തെ ആളെ കണ്ടെത്താത്ത കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിനുള്ള പുതിയ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. കിട്ടുന്ന കേസിൽ മരണപ്പെട്ടാലും പരിക്കേറ്റാലും ഒക്കെ. അപ്പം ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ.